ചിലപ്പോഴെങ്കിലും നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ആത്മീയ ജീവിതത്തിൽ വളരാൻ പറ്റുന്നില്ല, ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, എന്തെല്ലാം ചെയ്തിട്ടും ആത്മീയതയിലേക്ക് വളരാനോ അത് ഗ്രഹിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും സാധിക്കുന്നില്ല. ഇത് പലരുടെയും പ്രശ്നമാണ്. ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, ആത്മീയ കാര്യം ഗ്രഹിക്കാൻ സാധിക്കണമെങ്കിൽ കൃപ കൂടിയേ തീരൂ. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നം എന്താണെന്ന് അത് വിശുദ്ധീകരണമാണ്. പക്ഷേ ഈ വിശുദ്ധിയെ പോലും ഒന്ന് ഗ്രഹിക്കുവാനോ അതിൻ്റെതായ രീതി കാണുവാനോ അതിനോട് അധ്വാനിക്കാനോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല. കൃപയുണ്ടെങ്കിൽ ഇതിനെല്ലാം സാധിക്കും. കൃപ കൂടാതെ ആത്മീയ ജീവിതത്തിൽ വളരാൻ സാധിക്കത്തില്ല. കൃപയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിക്ക് മാത്രമേ ആത്മീയതയെ വളരുവാനും ഈശോയ്ക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുകയുള്ളൂ. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 45-ാം തിരുവചനത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്: വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം കർത്താവ് അവരുടെ മനസ്സിനെ തുറന്നു. ഈശോയുടെ ശിഷ്യന്മാരുടെ ഹൃദയത്തെ ഈശോ തുറന്നപ്പോഴാണ് ഈശോ പറഞ്ഞ വചനങ്ങൾ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും സാധിച്ചത്. ഇതുപോലെ ഈശോ നമ്മുടെ ഓരോരുത്തരും ഹൃദയത്തെ തുടങ്ങും. നടപടി പുസ്തകം 16-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തിയാത്തിറ എന്ന പട്ടണത്തിൽ നിന്ന് വന്ന പട്ടുവിൽപ്പനക്കാരെയും ദൈവഭക്തിയുമായ ലീദിയ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയത്തെ തുറന്നു. പൗലോസ്ലീഹ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലീദിയ എന്ന ഭക്തിയായ സ്ത്രീക്ക് ഇത് മനസ്സിലാക്കാൻ സാധിച്ചത് കർത്താവ് അവളുടെ ഹൃദയത്തെ തുറന്നപ്പോഴാണ്. ഈ ലീദിയ എന്ന പെൺകുട്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഭക്തിയായ സ്ത്രീയായിരുന്നു. ഭക്തി അഭ്യാസങ്ങളിൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അതിനുവേണ്ടി സമയം മാറ്റിവെക്കുവാനും ശ്രമിച്ച ഒരു സ്ത്രീയായിരുന്നു ലീദിയ. അതിനാൽ ഓരോ ദിവസവും കർത്താവ് നമ്മുടെ ഹൃദയത്തെ മനസ്സിനെ തുറക്കുന്നില്ലെങ്കിൽ നമുക്ക് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതിനാൽ ഓരോ ദിവസവും നമ്മൾ ഈശോയോട് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിൽ ഒന്നാണ്: ഈശോയെ, എൻ്റെ ഹൃദയത്തെ, എൻ്റെ മനസ്സിനെ ഒന്ന് തുറക്കണമേ. എന്തിനു വേണ്ടി? ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. എന്തിനു വേണ്ടി? കേൾക്കപ്പെടുന്ന വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി, വിശുദ്ധ കുർബാനയുടെ ആഴങ്ങളിലേക്ക് പോകാൻ വേണ്ടി, ദൈവത്തിന് സ്വപ്നമായ വിശുദ്ധിയിലേക്ക് വളരാൻ വേണ്ടി. ഇതിനെല്ലാം ക്രിസ്തുവിൻ്റെ കൃപ കൂടിയേ തീരും. അതിന് ഈശോ നമുക്കൊരു സഹായകനെ നൽകുന്നുണ്ട്, സഹായകനായ പരിശുദ്ധാത്മാവ്. ഈശോ പരിശുദ്ധാത്മാവിനെ സഹായകനായിട്ട് നമുക്ക് നൽകിയിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യക്തമായി നമ്മളോട് പറഞ്ഞു തരികയാണ്. അതിന് തലക്കെട്ട് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു. ഈശോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് പറയുന്നത്. ആത്മീയ അറിവുണ്ടെങ്കിൽ മാത്രമേ അറിവിലേക്ക് വളരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിവുണ്ടെങ്കിലേ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുകയുള്ളൂ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ പറയുന്ന 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് സഹായകനാണ്. പരിശുദ്ധാത്മാവ് സഹായകനായി നിങ്ങളുടെ കൂടെ എപ്പോഴും കാണും. എന്താണ് ഒരു സഹായം ചെയ്യുന്ന കാര്യം? നമ്മളൊക്കെ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ സഹായത്തിന് വേണ്ടി മറ്റുള്ളവരെ സമീപിക്കും. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിവുള്ള ഒരു കുട്ടിയുടെ സഹായം തേടും. ഇതുപോലെ ഈശോ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. എന്തിനു വേണ്ടിയാണ് സഹായിക്കുന്നത്? നിങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധിയെ വളരാൻ സഹായിക്കും. സാധാരണ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധി പ്രാപിച്ചു കഴിയുമ്പോൾ ഇവന് ലഭിക്കുന്നതാണ് പരിശുദ്ധാത്മാവെന്ന്. അല്ല, നമ്മുടെ ജീവിതയാത്രയിൽ പാപത്തിൽ വീട് പോകുമ്പോൾ, ചില ക്ലേശങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ, പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സഹായകനായ പരിശുദ്ധാത്മാവ് ആത്മീയ ജീവിതത്തിൽ നമ്മെ വളർത്താൻ വേണ്ടി എപ്പോഴും നമ്മുടെ കൂടെ ഒരു സഹായകനായി കാണും. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു, നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. വിശുദ്ധരിക്ക് വളർത്താൻ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ കൂടെ കാണും. അതിനാൽ
ഓരോ ദിവസവും സഹായകനായ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി തീരണം നമ്മൾ ഓരോരുത്തരും. കാരണം പരിശുദ്ധാത്മാവ് കൃപ നൽകും. കൃപ ലഭിക്കുമ്പോൾ ആത്മീയകാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിന് സ്വപ്നമായ വിശുദ്ധിയിലേക്ക് വളരും. ഈശോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സഹായകൻ എന്നേക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എന്നേക്കും, ജനനം മുതൽ മരണം വരെ എന്നേക്കും ഒരു സഹായകനായി പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ കാണുമെന്ന് ഈശോ സ്നേഹപൂർവ്വം നമ്മളോട് പറയുകയാണ്. ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്ക് പോലും എന്നേക്കും നമ്മുടെ സഹായകനായി നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ മാതാപിതാക്കൾക്കോ കൂട്ടുകാർക്കോ എന്നേക്കുമായി സഹായം നിൽക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ഈശോ പറയുകയാണ്, ഈ പരിശുദ്ധാത്മാവ് എന്നേക്കും നിങ്ങളുടെ കൂടെ സഹായകനായി കാണും. മാമോദീസ എന്ന കൂദാശ മുതൽ മരണം വരെ, ശബത്കല്ലറ വരെ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ കാണുമെന്ന് ഈശോ പഠിപ്പിക്കുന്നു. ഈശോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പരിശുദ്ധാത്മാവ് എവിടെയാണ് വസിക്കുന്നത്? ഉള്ളിലാണ്, ഹൃദയത്തിലാണ് വസിക്കുന്നത്. ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തിക്ക് പോലും നമ്മുടെ ഉള്ളിൽ വസിക്കാൻ സാധിക്കത്തില്ല. എല്ലാവർക്കും നമ്മൾ മുൻപിലോ ഇരുവശങ്ങളിലോ പുറകിലോ നിൽക്കാനേ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിക്ക് പോലും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധിയിലേക്ക്, ക്രിസ്തുവിലേക്ക് വളർത്തുമെന്ന് എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളുക. വിശുദ്ധ പൗലോസ് കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 19-ാം വചനം, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങളുടെ സ്വന്തമല്ല, വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകെ ശരീരത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. ദൈവത്തിൻ്റെ ആലയങ്ങളായ നമ്മൾ ഓരോ ദിവസവും പരിശുദ്ധാത്മാവിനെ കൂട്ടിപ്പിടിച്ച് നമ്മൾ ഓരോ ദിവസവും മുൻപോട്ട് വളരണം. ഇവിടെ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ പലപ്പോഴും ആത്മാവിൻ്റെ സ്വരം കേൾക്കാനോ അതിനനുസരിച്ച് ജീവിക്കാനോ സാധിക്കുന്നില്ല. അതിനുള്ള വ്യക്തമായ ഉത്തരം വിശുദ്ധ പൗലോസ് ലേഖ ഗലാത്യർക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-17 തിരുവചനങ്ങളിൽ കൃത്യമായി പൗലോസ് ലേഖ പറയുന്നുണ്ട്. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനുമെതിരാണ്. ഇവ പരസ്പരം എതിർക്കുന്നത് മൂലം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. നമ്മൾ ഓരോ ദിവസവും ആഗ്രഹിക്കുന്നത് ഈശോയാണ്. നമ്മൾ ഓരോ ദിവസവും ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയുടെ മനുഷ്യനായി തീരാൻ വേണ്ടിയാണ്. നമ്മൾ ഓരോ ദിവസവും സ്വപ്നം കാണുന്നത് വിശുദ്ധിയിലേക്ക് വളരാൻ വേണ്ടിയാണ്. പക്ഷെ പലപ്പോഴും സാധിക്കുന്നില്ല. പൗലോസിലേക്ക് പറയുകയാണ്, നിങ്ങളുടെ ശരീരത്തിൽ 2 അഭിലാഷങ്ങളുണ്ട്. ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം, ആത്മാവിൻ്റെ സ്വരം കേൾക്കാൻ സാധിക്കും. അത് ജഡിക അഭിലാഷങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ സ്വരം നിങ്ങൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ഓരോ ദിവസവും നിങ്ങളുടെ ഉള്ളിൽ കേൾക്കാൻ സാധിക്കും. കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത്, അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്ന് പൗലോസ് ലേഖയിൽ കൂടി ഈശോ നമ്മളെ സ്നേഹപൂർവ്വം പഠിപ്പിക്കുന്നു. അതിനാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വിശുദ്ധിയിൽ കൂടിയുള്ള യാത്രയിൽ, ദൈവത്തിൻ്റെ സ്വപ്നമായ വിശുദ്ധിയിലേക്ക് വളരുന്ന ഈ യാത്രയിൽ നമുക്കും പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കാം. പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാൻ എല്ലാ ദിവസവും നമ്മൾ സമയം കണ്ടെത്താൻ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുമ്പോൾ എപ്പോഴും ഒരു സഹായകനായി എന്നേക്കുമായി നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കാണും. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധിയിലേക്ക് വളർത്തട്ടെ. ആമേൻ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.